الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود صلى الله وسلم على سيدنا ومولانا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. صدق الله مولانا العظيم. فالصدق في الغار وصديق لم يرما وهم يقولون ما بالغار من آرمي. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ظن الحمام وظن العنكبوت على خير البرية لا تنسج ولم تحومي. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയ മഹാന്മാർ അവർക്ക് ഈ ദുനിയാവിൻ്റെ പീഡനങ്ങളോ പ്രകോപനങ്ങളോ ഒന്നും ഒരു നിലക്കും ബാധിക്കുകയില്ല. ഈമാനിൽ നിന്ന്, ശരിയായ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ ഭൗതികമായ കാര്യങ്ങൾ കാരണമാവുകയും ഇല്ല.
നാം ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഗുഹാവാസികൾ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചാണല്ലോ നാം പറഞ്ഞു വന്നത്. പരിശുദ്ധ റമളാനിൽ ഈ മഹത്തായ സദസ്സിൽ വെച്ച് മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് പറയുന്ന കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ ഈ മഹത്തായ സദസ്സിൽ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. പരിശുദ്ധ റമളാനിലെ റഹ്മത്തിന്റെ 10 കഴിഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 ആഗതമായി. 3-ൽ 1 ഭാഗം അവസാനിച്ചു. ഇനി 2 ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ മധ്യഭാഗം ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മത്ത് ചോദിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോ ആളുകളും ചിന്തിച്ചാൽ 24 മണിക്കൂറിൽ എത്ര നേരം നമ്മൾ റഹ്മത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ അവർ അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കുന്ന വളരെ മനോഹരമായ ഒരു രംഗം വരാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിയുന്നത് നമ്മളാരും ചോദിച്ചിട്ടല്ല, പക്ഷേ നമ്മൾ ചോദിക്കുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ദുആ ചെയ്യുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മളാരും ഒന്നും ചോദിച്ചിട്ടല്ല. ചിന്തിക്കൂ, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാനുള്ള കഴിവ് തരണം അല്ലാഹ് എന്ന് നമ്മൾ ആരെങ്കിലും അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്ന് ഉണരുമ്പോൾ ഹംദ് ചൊല്ലിയിട്ട് ഉണരണം. ഹംദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനത് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ഓർമ്മിക്കുന്നത്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അഹ്യാനി, അവന് എനിക്കിതാ ജീവൻ നൽകിയിരിക്കുന്നു. ബഅദമാ അമാതനി, എന്നെ മരിപ്പിച്ചതിന്റെ ശേഷം. നമ്മളെന്താ മരിച്ചുപോയോ? ഇല്ല. പക്ഷേ രാത്രിയിലുള്ള ഉറക്ക് ഒരു നിലക്ക് മനുഷ്യനെ മരണം ഓർമ്മിപ്പിക്കുന്ന, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഓർമ്മയില്ല. വേറെ ഒരു ലോകമാണ് ഉറക്കിന്റെ ലോകം. ആ ഉറക്കും സ്വപ്നവും ഉറക്കിൽ നടക്കുന്ന നമ്മുടെ ആത്മാവ് സഞ്ചരിക്കുന്ന രൂപവുമെല്ലാം അത്ഭുതകരമാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ഉറക്കിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. അത് 1-2 ദിവസം ഉള്ള ഉറക്കായിരുന്നില്ല. ഏകദേശം ഒരു കൊല്ലത്തോളം അല്ല, 100 കൊല്ലം അല്ല, 300-ലേറെ കൊല്ലം അവർ ആ ഗുഹയിൽ ഉറങ്ങി. എന്നിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന അത്ഭുതകരമായ ചരിത്ര സംഭവങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.
അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹമായ ഉണർവിലേക്ക് നമ്മൾ വന്നത് നമ്മൾ ആരും ദുആ ചെയ്തിട്ടല്ല. അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലിയിട്ട് ഉണരണം. രാവിലെ മുതൽ നമ്മൾ ആരെങ്കിലും ഈ സമയം വരെ, ഇപ്പോൾ 11 മണി കഴിഞ്ഞു, ഈ സമയം വരെ എനിക്ക് ശ്വസിക്കാൻ ആവശ്യമായ വായു നീ നൽകണേ അല്ലാ എന്ന് ആരെങ്കിലും നമ്മളിൽ ദുആ ചെയ്തിട്ടുണ്ടോ? ഉണ്ടാകാം. എന്നാലും നമ്മൾ ദുആ ചെയ്യാതെയാണല്ലോ, ചോദിക്കാതെയാണല്ലോ ഈ സമയം വരെ നമുക്ക് അല്ലാഹു വായു നൽകിയത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകളൊന്ന് ഉയർത്താൻ, ഒരു ബക്കറ്റ് വെള്ളമെടുക്കാൻ, അതിൽ നിന്നൊരു പാട്ട വെള്ളം കോരിയെടുക്കാൻ, നമ്മുടെ ശരീരത്തിൽ ഒഴിക്കാൻ നമുക്ക് അല്ലാഹു തആല ശേഷി തന്നതാണ്. ഒരു പക്ഷേ ആ കഴിവ് അല്ലാഹു തആല അങ്ങ് എടുത്തു കളഞ്ഞാലോ? അല്ലാഹ്, എത്ര ആളുകളാണ് പെട്ടെന്ന് രോഗം ബാധിച്ച്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഈ സദസ്സിൽ ദുആ ചെയ്യാനുണ്ട്. നേരത്തെ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ SSFന്റെ നാദാപുരം ഡിവിഷന്റെ സെക്രട്ടറിയും സിറാജുൽ ഹുദയിലെ വിദ്യാർത്ഥിയുമായ റയീസ് വാണിമേൽ സ്വദേശിയാണ്. ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അല്ലാഹ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കയ്യിൽ ഒരു കവർ, ദർസിലേക്ക് പോകുമ്പോൾ വസ്ത്രമോ മറ്റോ എടുത്ത ഒരു കവർ ഉണ്ട്. ആ കവറുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആദ്യം കയ്യിൽ നിന്ന് കവറങ്ങ് വീണു പോകുന്നത്. പിന്നെയാണ് ഒരു ഭാഗം അങ്ങനെ ചലനമില്ലാതെ ഒരു ഭാഗം തളർന്നു പോകുന്നത് പോലെ അനുഭവപ്പെടുന്നത്. ഹോസ്പിറ്റലിൽ എത്തിച്ചു. കോഴിക്കോട് നിന്ന് 2 വലിയ ഓപ്പറേഷൻ, 5 ലക്ഷത്തിലേറെ രൂപ ചെലവരുന്ന ഓപ്പറേഷൻ നടത്തി. ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നടക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട സഹോദരന്, ആ മുതഅല്ലിമിന് പരിപൂർണമായ ശിഫ നൽകട്ടെ. നമ്മൾ ദുആ ചെയ്യണം. എങ്ങനെയാണ്, എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരീക്ഷണം നമുക്ക് നൽകുക എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഏത് അവസരത്തിലും അത് സംഭവിക്കാം. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹ് ഇവിടെ ഞങ്ങൾ പറയുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. അങ്ങനെ എത്ര ആളുകൾ ഉണ്ട് പെട്ടെന്ന് രോഗം ബാധിച്ച് വിഷമത്തിലായി പോയവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകട്ടെ. നമുക്ക് എല്ലാ വർഷവും ഇവിടെ ഓരോ ദിവസത്തെ ചെലവ് നൽകുകയും അതുപോലെ നമ്മുടെ ഈ പുതിയ ബിൽഡിങ്ങിന് വേണ്ടി പലവിധ സഹായങ്ങളും ചെയ്തു നൽകുകയും വാട്സപ്പിലൂടെ ഏത് ചെറിയ കളക്ഷന് വേണ്ടി അഭ്യർത്ഥിച്ചാലും അതിനു വേണ്ടി തന്നാൽ കഴിയുന്ന ക്യാഷ് അയച്ചു നൽകുകയും ചെയ്യുന്ന പാറക്കടവ് ഭാഗത്തുള്ള ഒരു സഹോദരനുണ്ട്. ഇവിടെ മുമ്പ് പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് കൂടിയാണ്. ആ സഹോദരനെ ഞാൻ ഇന്നലെ ബന്ധപ്പെട്ടു. വേറെ ഒരാൾ മുഖേന ഞാൻ അറിഞ്ഞതാണ്. ആരോഗ്യ ദൃഢഗാത്രനായ ആ സഹോദരൻ ഇപ്പോൾ ചെറിയ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അല്ലാഹ് കാമിലായ ശിഫ നൽകണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ
ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾ തന്നെ പെട്ടെന്ന് രോഗം ബാധിച്ച് വിഷമത്തിലായി പോകുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ശിഫ നൽകട്ടെ. നമ്മളെ എല്ലാവരെയും അല്ലാഹു അത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ബഹുമാനികളെ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകൾക്കും നൽകുന്ന അനുഗ്രഹമാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് അവരുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി മാറി. എത്ര ധനാഢ്യരായിരുന്നു അവർ. പണത്തിന് യാതൊരു കുറവും ഇല്ല, അധികാരത്തിന് ഒരു കുറവും ഇല്ല. വലിയ വലിയ മന്ത്രിമാരുടെ മക്കളാണ്, രാജകുടുംബത്തിൽപ്പെട്ട ആളുകളാണ്, പ്രൗഢിയും പ്രതാപവും ഉള്ള യുവാക്കളാണവർ. പക്ഷേ അവർ അല്ലാഹുവിൽ വിശ്വസിച്ചു. ആ നാട്ടിലുള്ള രാജാവും അനുയായികളും ജനങ്ങളുമെല്ലാം വൃത്തികേടുകളിൽ നിരതരാകുമ്പോൾ അവർ അല്ലാഹുവിൽ മനസ്സ് കൊടുത്തു. അവരതിൽ നിന്നെല്ലാം മാറി നിന്നു. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വഇദ് ഇഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്. അവർ പരസ്പരം പറയുകയാണ്, അതേ, ഓരോ ആളുകളും മറ്റുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ അതാ ഈ നാട്ടുകാരെ അവരെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണ്. ആ സന്ദർഭത്തെ ഓർമ്മിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ലോകസമക്ഷം അല്ലാഹു തആല പറയുകയാണ്, വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ അവര് ഇബാദത്ത് ചെയ്ത ഈ സൃഷ്ടികളായ വസ്തുക്കളെയും ഇബാദത്ത് ചെയ്യുന്ന ആ വസ്തുക്കളെ അതിനെല്ലാം വിട്ടൊഴിഞ്ഞിട്ട് നിങ്ങൾ മാറി നിന്ന് പോവുകയാണ് എങ്കിൽ ഇലൽ കഹ്ഫി, അതെ, ആ ഗുഹയിലേക്ക് നിങ്ങൾ അഭയം തേടണം. ആ ഗുഹയിലേക്ക് നിങ്ങൾ അഭയം തേടണം, അവിടെ ചെന്ന് ചേരണം. യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി, ആ റബ്ബ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു തആല നിങ്ങൾക്ക് അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് വിശാലമാക്കി തരും. വിശാലമായ അനുഗ്രഹം അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തരും. വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അല്ലാഹുവിലേക്കുള്ള മടക്കം സാധ്യമാക്കാൻ, അല്ലാഹുവിലേക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറ്റുകയാണല്ലോ. ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന്, രാജാവിന്റെ ക്രൂരമായ ആക്രമണങ്ങളിൽ നിന്ന് എല്ലാം വിട്ടൊഴിഞ്ഞ് അവരെയും അവർ ഇബാദത്ത് ചെയ്യുന്ന വസ്തുക്കളെയും എല്ലാം നിങ്ങൾ വിട്ടൊഴിഞ്ഞ് നിങ്ങളതാ ഗുഹയിൽ അഭയം പ്രാപിക്കുക. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമാക്കി തരും. വയൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി വയുഹയ്യി ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല സൗകര്യപ്പെടുത്തി തരും. മിൻ അംരിക്കും, നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ അല്ലാഹു തആല നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരുന്നതാണ്. നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള ഇടം, അവിടെ നിങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരുന്നതാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല.
ഇത് അവര് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ്. നിങ്ങൾ അവരെ വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കുകയാണ്. ആ സന്ദർഭത്തെ ഓർമ്മിക്കാൻ നമ്മളോട് പറയാണ്. എന്ന് പറഞ്ഞാൽ അവര് 7 മഹാന്മാർ, അവർ രാജകുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവർക്ക് വലിയ സ്ഥാനവും അധികാരവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അവസരം അവർക്ക് നിഷേധിക്കപ്പെട്ടു. പിന്നെ ആ നാട്ടിലുള്ള ആളുകൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കണമെന്ന അവസ്ഥ വന്നു. അപ്പോൾ അവർ അല്ലാഹുവിനെ ഓർമ്മിച്ചു. അവർ അതിൽ നിന്നെല്ലാം മാറി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചതാണ് ഹിജ്റ പോകണം എന്ന്, നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. അത് പേടിച്ചിട്ടല്ല, ഭയന്ന് ഓടിയതല്ല. ചിലര് അങ്ങനെ പറയാറുണ്ട്. ഇവരെ സംബന്ധിച്ച് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നടത്തിയ ഹിജ്റ, ആ ഹിജ്റയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പേടിച്ചിട്ട് മാറി നിന്നതാണ് എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരാണവർ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചിട്ടല്ല. പിന്നെയോ സമാധാനം ആഗ്രഹിച്ചുകൊണ്ടാണ് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. സമാധാനം. കാരണം ശത്രുക്കൾ എന്തും ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അവരുടെ കയ്യിൽ അധികാരമുണ്ട്, ആയുധങ്ങളുണ്ട്, പണമുണ്ട്, ആളുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് അവരോട് നേരായ കാര്യങ്ങൾ പറയുമ്പോൾ അവർ അനുസരിക്കുന്നില്ല. അവരെ നിർബന്ധിച്ചതല്ലല്ലോ. അവർക്ക് ഇതാണ് സത്യമാർഗം, ഇതാണ് ധാർമ്മികത. എന്തായിരുന്നു അവരുടെ അവസ്ഥ? ധാർമ്മികമായ ബോധം ഇല്ലാതെ സ്വന്തം ചോരയിൽ പിറന്ന പെൺമക്കളെപ്പോലും ദുരഭിമാനം കൊണ്ട് കൊന്നുകളയുന്ന ഒരു കാലമായിരുന്നില്ലേ അത്? അറേബ്യയിൽ അന്നത്തെ സംസ്കാരം അതാ. ജനിച്ചത് പെൺകുട്ടിയാണ് എങ്കിൽ അതൊരു ദുരഭിമാനമാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഴയകാലത്ത് ചെയ്തു പോയ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് ഖേദപൂർവം വന്ന് പറഞ്ഞ ഒരു സഹാബിയുടെ ചരിത്രം, ഒരു അഅറാബിയുടെ ചരിത്രം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹം തന്റെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു അബദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. എന്താണത്? ഞാൻ എൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ ആ ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമോ എന്ന് പേടിച്ച് ആ കുട്ടിയെ പെൺകുട്ടിയായതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് എന്നെ കാണാതെ ഒളിപ്പിച്ച് ആ കുട്ടിയെ നശിപ്പിച്ചു എന്ന് ധരിച്ചു. ഞാൻ രഹസ്യമായി ആ കുട്ടിയെ എൻ്റെ ഭാര്യ വളർത്തി വലുതാക്കി. ദുരഭിമാനം കൊണ്ട് ഞാൻ ആളുകൾക്ക് മുന്നിൽ തലകുനിച്ച് നടക്കേണ്ടി വന്നു. അങ്ങനെ ആ കുട്ടി വളർന്നു വലുതായി. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് പക പോകുന്നില്ല. നിങ്ങൾ നോക്ക്, ആ കാലഘട്ടത്തിലെ ഒരു മനുഷ്യന്റെ മനസ്സ് എങ്ങനെയായിരുന്നു എന്ന്. ആ കുട്ടിയെ നടക്കാനും കളിക്കാനും ഓടാനും ചാടാനും വർത്തമാനം പറയാനും ഒക്കെ പ്രായമെത്തിയ ഒരു പിഞ്ചോമനയുടെ കൈപിടിച്ചിട്ട് ദൂരെ മലമുകളിലേക്ക് വിജനമായ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ പൊന്നുമോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ബാപ്പ നമ്മൾ പോകുന്നത്?
നമ്മൾ പോകുന്നത് ദൂരെ യാത്ര പോവുകയാണ്. കുട്ടി വിചാരിക്കുകയാണ് ബാപ്പ എന്നെ എങ്ങോട്ടോ നല്ല ഒരു യാത്രക്ക് കൊണ്ടുപോവുകയാണ് എന്ന്. പക്ഷേ ആരും കാണാത്ത ഇടം എത്തിയപ്പോൾ ഞാൻ അവിടെ നിന്ന് അതാ കുഴിയെടുക്കുകയാണ്. കുഴി ഇങ്ങനെ എടുക്കുമ്പോൾ മണ്ണ് നീക്കാൻ എനിക്ക് സഹായം ചെയ്തു തന്നതെന്റെ മകളാണ്. ആ പൊന്നോമന മകൾ എന്റെ താടിയിലും ശരീരത്തിലും മണ്ണ് പുലരുമ്പോൾ അതിങ്ങനെ കൈകൾ കൊണ്ട് തട്ടിത്തരുന്നുണ്ട്, എന്നെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എന്റെ മനസ്സിനൊരു പരിവർത്തനം ഉണ്ടാക്കിയില്ല. ഒരാൾ വലിപ്പത്തിൽ കുഴിയെടുത്തപ്പോൾ ആ മകളെ പിടിച്ച് കുഴിയിലേക്ക് ഇറക്കി നിർത്തുകയാണ്. കുഴിയിലേക്ക് ഇറക്കി നിർത്തിയപ്പോഴും ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്തിനാണ് എന്റെ ബാപ്പ എന്നെ കുഴിയിലിറക്കിയത്. എന്റെ മകൾ എന്നോട് ചോദിക്കുകയാണ്, നമ്മൾ എന്താണ് ഈ കുഴിയിലിറങ്ങിയത്, എന്ത് കളിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്, ഒരു പാറക്കല്ലെടുത്തിട്ട് ആ സ്വന്തം ചോരയിൽ പിറന്ന മകളുടെ തലയിലേക്ക് എറിഞ്ഞിട്ട് തലയോട്ടി പൊട്ടിച്ചിതറിപ്പോയപ്പോൾ അതേ ജീവനോടെ പിടയുന്ന ആ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് എന്റെ മകളെ ഞാൻ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട് നബിയേ. ഹൃദയം പിടച്ചു പോകുന്ന രംഗം നിങ്ങൾ നോക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാനലിൽ വാർത്ത കാണുമ്പോ അതിൽ പറയുകയാണ്, തിരുവനന്തപുരത്ത് നിന്ന് സ്വന്തം അനുജനെയും ഉമ്മാമയെയും കുടുംബക്കാരെയും കൊന്നുകളഞ്ഞ ആ ചെറുപ്പക്കാരൻ വിശദീകരിച്ചു കൊടുക്കുന്ന അവസ്ഥ ചാനലിൽ പറയുന്നുണ്ട്. അതേ സ്വന്തം അനുജൻ അവൻ വിളിച്ചു പറയുന്നുണ്ട് തലക്കടിയേൽക്കുമ്പോ, ഇക്കാക്ക എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്, മനസ്സ് മരവിച്ചു പോയി. മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളോ എന്തുമാകട്ടെ, അല്ലാഹുവിന്റെ ദീനിനെ ലംഘിച്ച് കളിക്കുമ്പോൾ ഹൃദയം കറുത്തു പോകൂലേ? അങ്ങനെയുള്ളൊരു കാലഘട്ടം 6-ാം നൂറ്റാണ്ടിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു ജനതയെ പരിവർത്തിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് ഈ രൂപത്തിലുള്ള സംസ്കാര സമ്പന്നരാക്കി മാറ്റിയിട്ടുള്ളത്. ആ വന്ന അറാബി തന്റെ ഗതകാല ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ എന്റെ മുന്നിൽ നിന്നൊന്ന് മാറി നിൽക്കൂ, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നത് ഭയപ്പെടുന്നു. അദ്ദേഹം പശ്ചാത്തപിച്ചിട്ടുണ്ട്, അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും പേടിയാവുകയാണ്. എന്തൊരു ക്രൂരതയായിരുന്നു! ഇങ്ങനെയുള്ള ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങളെ പെൺകുട്ടികളെ കൊല്ലരുതേ, നിങ്ങൾ അനാവശ്യമായ സംഘടനകൾ നടത്തരുതേ, നിങ്ങൾ ആരെയും ആക്രമിക്കരുത്, നിങ്ങൾ ഏകനായ ഇലാഹിനെ ഇബാദത്ത് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോഴല്ലേ അവര് അക്രമം തുടങ്ങിയത്, അവര് പ്രയാസപ്പെടുത്താൻ ആരംഭിച്ചത്. ആ പ്രയാസപ്പെടുത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അങ്ങോട്ട് ആക്രമിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ, നബിയെ നമ്മളെ കൂടെ ഇപ്പൊ അത്യാവശ്യം തിരക്കേടില്ലാത്ത കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, കാരണം ഓറെ തന്നെയാണ് ഓറ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. കുറച്ച് ശക്തിയിലുള്ള ആൾക്കാർ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടാൽ ഇബ്ലീസ് ആ വഴിക്ക് നിൽക്കൂല, ഇബ്ലീസ് പോലും ഓടിപ്പോകും. അത്രയും ധൈര്യമുള്ള, ആരെയും എതിരിടാൻ ശേഷിയുള്ള മഹാൻ. സുബ്ഹാനല്ലാഹ്. മുത്തുനബിയോട് പറഞ്ഞു, ഇനിയും നമ്മൾ എന്തിനാ ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നു? നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇവരുടെ ചവിട്ടും കുത്തുമേറ്റ് മക്കയിൽ ഇങ്ങനെ ജീവിക്കുന്നത്? നമുക്ക് തിരിച്ചടിച്ചൂടെ? നമ്മളെ അന്യായമായി ആക്രമിക്കുകയല്ലേ, നമ്മളെ സമ്പത്ത് പിടിച്ചെടുക്കുകയല്ലേ, നമ്മളെ കച്ചവട സ്ഥാപനം അവർ പിടിച്ചെടുക്കുകയാണ്, നമ്മളെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം എന്നറിയോ? ചരിത്രത്തിൽ കാണാം,
മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതാ പരസ്യമായി പ്രബോധനം നടത്താൻ തുടങ്ങി. കഅബാലയത്തിന്റെ അടുക്കൽ വെച്ച് അവ്വലു ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത, മക്കയിൽ അല്ലാഹു തആല ഭൂമിയിൽ ആദ്യമായി സ്ഥാപിച്ച അല്ലാഹുവിന്റെ വീടാകുന്ന ആ പരിശുദ്ധമായ കഅബാലയം, അവിടെ മുഴുവനും അതേ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളെ, വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു കഴിഞ്ഞല്ലോ. കാലങ്ങൾ അങ്ങനെയായി മാറിയല്ലോ. അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇത് വിശുദ്ധമായ ഗേഹമാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മാണം നടത്തിയിട്ട് ജനങ്ങളെ തൗഹീദിലേക്ക് വിളിച്ച് ഇവിടെ വന്ന് ഹജ്ജ് ചെയ്യാൻ ആഹ്വാനം ചെയ്ത ഗേഹമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏകനായ ഇലാഹായ അല്ലാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് വരണേ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ അടുത്ത് വെച്ച് പ്രഖ്യാപിച്ച് അവരെ ഉത്ബോധിപ്പിച്ചപ്പോൾ അതാ ഓടി വരികയാണ്. മുശ്രിക്കുകൾ വരുന്നു, ഖുറൈശികൾ തന്നെ വരുന്നു. എന്നിട്ട് ചെരുപ്പ് എടുത്ത് അടിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരാൾ അടിച്ചത് ചെരുപ്പിന് മുകളിൽ ആണി പതിച്ചിട്ടുള്ള ചെരുപ്പ് കൊണ്ടാണ്. ആ ചെരുപ്പ് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് ചോര പൊട്ടിയൊലിച്ചു, രക്തം വാർന്നൊലിച്ചു. വേദന കൊണ്ട് പൊളയുകയാണ്, ബോധരഹിതനായി വീണുപോവുകയാണ്. ആളുകൾ എടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊല്ലാൻ അവർക്ക് പേടിയാ. കാരണം സിദ്ദീഖ് അല്ലാഹുവിനൊക്കെ വലിയ തറവാടുള്ള ആളാ. അപ്പോ ആളുകൾ വലിയ പ്രശ്നമാക്കും. അതുകൊണ്ട് കൊന്നുകളയാൻ, നേർക്ക് നേരെ കൊന്നുകളയാൻ അവർക്ക് ശക്തി ഉണ്ടായില്ല. അതെല്ലാം അല്ലാഹുവിന്റെ ഹിക്മത്താണ്. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് അല്ലാഹുവിനെ ചോര ഒലിച്ച് ബോധം കെട്ട് വീണപ്പോ ആളുകൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ആക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കുടുംബങ്ങൾ വെള്ളം കൊടുത്ത് ബോധം തെളിഞ്ഞപ്പോൾ വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ പരിശുദ്ധമായ ദീന് പറഞ്ഞതിന്റെ പേരിലാണല്ലോ ഈ അക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവിടുത്തേക്ക് വല്ലതും പറ്റിയോ എന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാനൊരു തുള്ളി വെള്ളം കുടിക്കൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം, സ്നേഹം അല്ലാഹു തആല ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇങ്ങനെ ഞാൻ ചരിത്രത്തിലേക്ക് കടന്നാൽ എത്ര സംഭവങ്ങൾ, വേദനാജനകമായ അവസരങ്ങൾ. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹായുടെ ആ മരണം, പീഡിപ്പിക്കപ്പെട്ട് മഹദി അവറുകളെ കൊന്നുകളഞ്ഞത്. സുബ്ഹാനല്ലാഹ്. എത്ര മഹാന്മാരെ, എത്ര മഹദികളെ അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ ആക്രമിച്ചിട്ടുണ്ട്. അതെല്ലാം തരണം ചെയ്തിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വരെ പറഞ്ഞില്ലേ, നമുക്ക് ഇനിയെങ്കിലും അവരെ എതിരിട്ടുകൊണ്ട് ജീവിച്ചൂടെ, ഒന്ന് എതിർത്തുകൊണ്ട് അവരോട് യുദ്ധം ചെയ്താലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ യുദ്ധത്തിന്റെ ആളല്ല, ഞാൻ ആളുകളെ ആക്രമിക്കാൻ വന്ന ആളല്ല, ന്യായമായ രൂപത്തിലുള്ള സംവിധാനമാണ്. എങ്കിൽ പോലും യുദ്ധം ഒഴിവാക്കുക, നമുക്ക് സമാധാനം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഓർഡർ വന്നിരിക്കുന്നു, ഹിജ്റ പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഹിജ്റ പോകാൻ തീരുമാനിച്ചില്ലേ? നിങ്ങൾ നോക്ക്, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, അസ്ഹാബുൽ കഹ്ഫ് നാട്ടിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന്
ക്രൂരമായ ആക്രമണങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. അവർ ആ അവസരത്തിൽ ഗുഹയിലേക്ക് അഭയം തേടാൻ വേണ്ടി പോവുകയാണ്. ആ പോകുന്നതൊരു ഹിജ്റയാണ്. ആ ഹിജ്റ ചരിത്രത്തിൽ എമ്പാടും നടന്നിട്ടുണ്ട്. എന്നാൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ഹിജ്റയേക്കാളും വലിയ ഹിജ്റ അത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയായിരുന്നു. ആ ഹിജ്റയുടെ സംഭവം ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവര് അല്ലാഹുവിന്റെ ഹബീബും അതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ഹിജ്റ പോകുന്നുണ്ട്. ഗാർ സൗറിൽ അഭയം തേടുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് അവരുടെ ഗുഹയിലേക്ക് പോകുന്നത് ആ ചരിത്രം വലിയ അത്ഭുതകരമാണ്, ശ്രേഷ്ഠമായ സംഭവമാണ്. എന്നാൽ അതിനേക്കാളും വലിയ അത്ഭുതം, അതിനേക്കാളും ശ്രേഷ്ഠമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമാണ്. ഫഖിസ്സതു ഹാദൽ ഗാരി, ഗാർ സൗർ ഗുഹയിലെ ആ സംഭവം, ആ ചരിത്രം അശ്റഫു വ അജല്ലു വ അഅ്ളമു വ അഅജബു മിൻ ഖിസ്സത്തി അസ്ഹാബിൽ കഹ്ഫി. മഹാനവറുകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ ഗാർ സൗർ ഗുഹയിലേക്ക് പോകുന്ന ആ സംഭവമില്ലേ, ആ സംഭവമാണ് അശ്റഫു, ഏറ്റവും ശ്രേഷ്ഠമായത്, വ അജല്ലു വ അഅ്ളമു വ അഅജബു, അതേ ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്നതും ഏറ്റവും മഹോന്നതമായതും ഏറ്റവും അത്ഭുതകരമായതും മിൻ ഖിസ്സത്തി അസ്ഹാബിൽ കഹ്ഫി, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്ര സംഭവത്തെക്കാളും അത്ഭുതകരമായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭവമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ പറഞ്ഞില്ലേ, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹുല്ലദീന കഫറൂ സാനിയ ഇത്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ അപായപ്പെടുത്താൻ നോക്കിയപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുബ്ഹാനല്ലാഹ് ഗാർ സൗറിൽ അഭയം തേടിയതിനെ സംബന്ധിച്ച് അതാ പറയുകയാണ് പരിശുദ്ധ ഖുർആൻ, ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ ശത്രുക്കളെ കാണുകയാണ്. ഉരുപ്പിടിച്ച വാളുമായി ഗുഹയുടെ നേരെ മേലെ വന്ന് അവര് നിൽക്കുകയാണ്. എന്ത് ചെയ്യും നബിയേ? അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുകയാണ്, ലാ തഹ്സൻ, ഒരിക്കലും ടെൻഷൻ വേണ്ട, പ്രയാസപ്പെടണ്ട, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു തആല നമ്മുടെ കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു തആല അവർക്ക് മേൽ സമാധാനമിറക്കി. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, കാണാത്ത സൈന്യങ്ങൾ മുഖേന അല്ലാഹു തആല അവരെ ശക്തിപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളായ കുഫാറുകളുടെ നിലപാടിനെ അല്ലാഹു തആല താഴ്ത്തിക്കളഞ്ഞു.
വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ. അല്ലാഹുവിന്റെ ദീന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഇസ്സത്തുള്ളവൻ, അവനാണ് ഏറ്റവും കാര്യങ്ങളെ വ്യക്തമായി അറിഞ്ഞ് ഏറ്റവും ഹിക്മത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന റബ്ബ് അല്ലാഹു ജല്ല ജലാലുഹു. അപ്പോൾ ആ സംഭവമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത്. വിശദമായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ അസ്ഹാബുൽ കഹ്ഫ് അവര് നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. ഗുഹയിലേക്ക് അഭയം തേടുകയാണ്. ഇങ്ങനെ മാറി നിൽക്കുക എന്നത് എന്താണ് സംഭവം? മഹാനവർകൾ വിശദീകരിക്കുകയാണ്. വൈദാ ഫാറഖ്തുമൂഹും വഖാലഫ്തുമൂഹും ബിഅദിയാനികും ഫീ ഇബാദതിഹിം ഗൈറല്ലാഹ് ഫഫാരിഖൂഹും ഐലൻ ബിഅബ്ദാനികും. എന്താ പറഞ്ഞതിന്റെ ആശയം? നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കിവിടെ സാധ്യമല്ലല്ലോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. നമ്മുടെ ദീനനുസരിച്ച് നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ദീനിന് എതിരായ ആശയത്തിലേക്ക് അവർ നമ്മളെ ക്ഷണിക്കുകയും കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നത് നമ്മൾ പേടിക്കുകയാണ്. ഈമാൻ തെറ്റിപ്പോകുമോ എന്ന് പേടിക്കുകയാണ്. അതുകൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ മാറി നിൽക്കുക. നമ്മൾ അവരോട് അക്രമത്തിനോ ഒന്നും പോകേണ്ടതില്ല. നമ്മളെ ശരീരവും കൊണ്ട് നമ്മൾ മാറി നിൽക്കുക. ഇവിടെ നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആശയത്തിൽ യോജിക്കാത്ത ആളുകളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ മുതിരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ വിശദീകരിച്ചതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആശയത്തിൽ യോജിക്കാത്ത ആളുകളുടെ കൂടെ നമ്മൾ കൂടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? അവര് നമ്മളെ ഈമാനിൽ നിന്ന് തെറ്റിച്ചു കളയോ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പുത്തൻവാദികളുടെ, ബിദഈകളുടെ, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഖാദിയാനി, കള്ളത്തരീഖത്ത് തുടങ്ങിയ എല്ലാ നവീനവാദികളുടെയും ആദർശം തെറ്റാണ്. അത്തരം ആളുകളുടെ പ്രസംഗം കേൾക്കരുത്, അതിലേക്ക് നിങ്ങൾ പോകരുത് എന്നെല്ലാം ഉത്ബോധിപ്പിക്കുന്നത്, അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കുക, അസ്ഹാബുൽ കഹ്ഫ് ആരെയൊക്കെ വിട്ടൊഴിഞ്ഞിട്ടാ പോകുന്നത്? മാതാപിതാക്കളെ, കുടുംബത്തെ, നാട്ടിനെ എല്ലാം ഒഴിഞ്ഞിട്ടാണ് അവര് ഹിജ്റ പോകുന്നത്. എന്താ കാരണം? ഈമാനിൽ നിന്ന് അവര് തെറ്റിച്ചു കളയുമോ എന്ന പേടിയാണ്. ഈ പേടി എല്ലാ മുഅ്മിനിനും വേണം. ഈമാനിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയുന്ന പുത്തൻവാദികളോട് നമ്മൾ സമ്പർക്കം പുലർത്താൻ പോകരുത്. അതെങ്ങനെയാണ് സമ്പർക്കം വരിക? ഈ പ്രാവശ്യത്തെ വയലിൽ തുടക്കം മുതൽ എല്ലാ ദിവസവും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മക്കളെ നമ്മൾ ബിദഈകൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ആദർശ പൊരുത്തം ഇല്ലാത്തവർക്ക് നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കരുത്. അപ്പൊ നമ്മൾ കുടുംബമായി മാറി. പിന്നെ നമുക്ക് ഓനെ ബഹുമാനിക്കേണ്ടി വരും, ഓനെ താലോലിക്കേണ്ടി വരും, ഓൻ പറഞ്ഞ പോലെ കേൾക്കേണ്ടി വരും. നമ്മളെ ഖബറിൽ പിന്നെ ഒന്നും കിട്ടാണ്ടായി പോകും. നമ്മളെ ഈമാൻ നമ്മൾ അകന്നു പോകും. അതേസമയം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അത്തരം ആളുകൾ കയറിക്കൂടുന്നതിനെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിൽ ഖിയാമത്ത് നാൾ വരെ ബിദ്അത്തിന്റെ വക്താക്കളില്ലാതെ നമ്മുടെ കുടുംബത്തെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഉണ്ടായാൽ നമ്മൾ വലിയ അപകടത്തിലായി പോകും. നമുക്ക് ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ
ഒരു കാര്യം എഴുതി, ബിദഈകളോട് സലാം പറയാൻ പാടില്ല, പുത്തൻവാദികളോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ എന്താ സലാം പറഞ്ഞാൽ അങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആക്കിയാൽ എന്നൊക്കെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എന്താ? ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കൂല, ഹത്താ തുഅ്മിനൂ, നിങ്ങൾ ഈമാനുള്ള ആളുകൾ ആകുന്നത് വരെ. വലാ തുഅ്മിനൂ, നിങ്ങൾ ഈമാനുള്ളവരാവുകയില്ല, മുഅ്മിനീങ്ങളാവുകയില്ല, ഹത്താ തഹാബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകുന്നത് വരെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ. ഇദാ ഫഅൽതുമൂഹു, നിങ്ങളത് പ്രവർത്തിച്ചാൽ തഹാബബ്തും, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും. അതെന്താണ്? സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങൾക്കിടയിൽ സലാം പറയുന്നതിനെ നിങ്ങൾ വ്യാപിപ്പിച്ചോ. അപ്പോൾ ഈ സലാം പറയല് ബിദഈകളോട് പറ്റുമോ? സലാം പറയുന്നതിന്റെ പൊരുൾ എന്താണ്? പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കുക എന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ആരോടാണ് വേണ്ടത്? അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ് സ്നേഹം. ഇത് അല്ലാഹു തആലാനെ വിശ്വാസത്തിൽ നമ്മളെ തെറ്റിച്ച് കളയുന്ന, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്ന സുബ്ഹാന ജല്ല ജലാലുഹു ഉംറക്ക് പോയ സമയത്ത് എൻ്റെ സ്നേഹിതൻ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്, അതാ അവിടെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ഞാൻ നോക്കി, ഞാൻ ചോദിച്ചു ഇവിടെ കാണുന്നില്ലല്ലോ, കാണൂല, ഒരാളെയും ഖബർ കാണൂല, എല്ലാം അടിച്ച് നിരപ്പാക്കിയിട്ട് പ്ലെയിൻ ഭൂമിയാക്കി കളഞ്ഞു. ജന്നത്തുൽ ബഖീൽ, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ്, ആ പച്ച ഖുബ്ബ ഉയർന്നു നിൽക്കുന്നു. അതിനുള്ളിൽ 3 മഹാന്മാര് കിടക്കുന്നു. ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കെട്ടിപ്പൊക്കിയ റൗള ശരീഫിന്റെ ആ ഖുബ്ബത്തുൽ ഖളറാഇന്റെ താഴെ ഹുജ്റത്തുൽ ശരീഫയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അവിടെ കിടക്കുന്നില്ലേ? അത് തൊടാൻ ഒരു വഹാബിക്കും കഴിഞ്ഞിട്ടില്ല അന്നും ഇന്നും. പലരും പ്രസംഗിച്ചു നോക്കി. കേരളത്തിൽ നിന്ന് ഒരു വഹാബി മൗലവി, ഞമ്മക്കെങ്ങാനും KNM-ന് കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ നമ്മൾ ഒന്നാമതായി ചെയ്യുന്നത് മദീനത്തെ പച്ചക്കുബ്ബ തച്ച് തകർത്ത് കളയും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തലശ്ശേരി നിന്ന് ചെണ്ടിയാട്ടേക്ക് പോകുന്ന കണ്ണം ബസ് അടിച്ചിട്ട് അയാൾ മരിച്ചുപോയി. അയാൾ മരിച്ചാളെ പറ്റി നമ്മൾ പറയണ്ട. കണ്ണം ബസ് അടിച്ചിട്ടാ മരിച്ചുപോയി, ആക്സിഡന്റ് ആയിട്ട്. പച്ചക്കുബ്ബ ഇപ്പോൾ ഉണ്ട്, പച്ചക്കുബ്ബ ഇപ്പോഴും ഉണ്ട്. അതിന്റെ ചുവടെ ഉള്ള ആ ഹുജ്റത്തു ശരീഫയും ഉണ്ട്. എന്നാൽ നിങ്ങൾ നോക്ക്, ജന്നത്തുൽ ബഖീൽ എത്ര മഹാന്മാര് കിടക്കുന്നു. എന്റെ സ്നേഹിതൻ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന അതാ, അങ്ങോട്ട് പോകാൻ പറ്റൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ കുറച്ച് സമയം അവിടെ നിന്നു, അധിക സമയം നിൽക്കാൻ അനുവദിക്കുകയില്ല. കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കാണുന്നത് ആ
ഖബർ വരുന്ന അതേ സ്ഥലത്ത് ഖബറിന്റെ മുകൾ വരുന്ന സ്ഥലത്ത് ഒരു കസേര ഇട്ടിട്ടൊരു പോലീസുകാരൻ ഇരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ആരാണ്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെ കസേര ഇട്ട് ഇരിക്കുകയാണ്. അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ മണ്ണിനടിയിലാക്കി അതിന്റെ മേലെ മണ്ണിട്ട് ഇങ്ങനെ ഖബറിനെ ഉയർത്തി ആളുകളുടെ ഖബർ വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് സ്ഥലങ്ങൾ ഒന്നും ചെയ്യാതെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആരുടേതാണ് ഖബർ എന്ന് അവര് പറഞ്ഞു തരൂല. സുബ്ഹാനല്ലാഹ്. അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു ജോലിക്കാരനോട് ഞങ്ങൾ ചോദിച്ചു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ഖബർ ഏതാണ്? അദ്ദേഹത്തിന് അതറിയാം, പറഞ്ഞു തരണമെന്നുണ്ട്, പറയാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ദൂരെ നിൽക്കുന്ന പട്ടാളക്കാരൻ കണ്ടാൽ പിന്നെ ഇയാളെ ജോലി പോകും, തെറിച്ചു പോകും. അതുകൊണ്ട് അയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ശരീരം കൊണ്ട് പല ഇശാറത്തും കാണിച്ചു തന്നു, ഇന്ന ഭാഗത്താണ് എന്ന്. ഏകദേശം ഒരു ധാരണ വെച്ച് ആ സ്ഥലത്തേക്ക് നീങ്ങിയപ്പോൾ ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മകൾ ബീവി ഫാത്തിമത്തുസ് സഹ്റാ റളിയല്ലാഹു അൻഹാ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ഉമ്മമാരെ, ആ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ ഈ ഉമ്മത്തിലെ ഉമ്മമാരെ കൈപിടിച്ച് സ്വീകരിക്കാൻ 5 മഹദികൾ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? അവരുടെ നേതാവാരാണ്? ഇന്നലെ നമ്മൾ അനുസ്മരിച്ച ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ, ഫാത്തിമത്തുസ് സഹ്റാ റളിയല്ലാഹു അൻഹാ, ആയിഷത്തുത് തുഹ്റാ റളിയല്ലാഹു അൻഹാ, ബീവി മറിയം റളിയല്ലാഹു അൻഹാ, ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. ആ മഹദിമാരുടെ ബറക്കത്ത് കൊണ്ട് ഈ ക്ലാസ്സിന് വന്നു ചേർന്ന എല്ലാ ഉമ്മമാരുടെയും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ മനസ്സിലുള്ള ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച് ആ മഹദികളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ഉമ്മമാർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ അല്ലാഹ്. ആ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ഒരടയാളം പോലും ഇല്ല, എല്ലാം നിരപ്പാക്കിയിരുന്നു. ചരിത്ര കിതാബുകളിൽ മഹാന്മാരുടെ ഇമാമുമാരുടെ കിതാബുകൾ പഠിക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് കാണാം, അവിടെയൊക്കെ മഹാന്മാരായ സഹാബത്ത് ആദരവോടെ ഖബർ കെട്ടിപ്പൊക്കുകയും അതിന് സിയാറത്തിന് വരാൻ സൗകര്യമൊക്കെ ചെയ്തിരുന്നു. ആ സൗകര്യം ഖദീജ ബീവിയുടെ ഖബറിന്റെ അടുത്ത് ഇന്നും ഒരു മതിലാണെങ്കിൽ ഒരു മതിലെങ്കിലും കെട്ടിയിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാം നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് ഇപ്പോൾ സൗദിയിൽ ഭരണത്തിൽ വരുന്ന നേതാക്കൾ, രാജാക്കന്മാർ, അവർക്ക് ഇതെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. വഹാബിസം എന്നത് അപകടമാണ്. അതുകൊണ്ട് ചരിത്ര രേഖകൾ നശിപ്പിക്കാൻ അനുവദിക്കൂല. പല ചരിത്രങ്ങളെയും നിലനിർത്താൻ ഇപ്പോഴത്തെ ഭരണാധികാരി മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് അല്ലാഹു ശക്തി നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഫാത്തിമ ബീവിന്റെ ഒക്കെ ഖബറൊക്കെ അടിച്ച് നിരത്തിയ ആളുകൾ അവരാണ് വഹാബികൾ. ആ വഹാബിസത്തിന്റെ കേരളത്തിലുള്ള പേരാണ് മുജാഹിദ്. അവർക്ക് എങ്ങനെയാണ് നമ്മളെ മക്കളെ കെട്ടിച്ചു കൊടുക്കുക? അല്ല, അത് പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ല, പിന്നെ നല്ല കുടുംബാണ്, നല്ല പൈസ ഉണ്ട്, ഒന്നും നോക്കണ്ട. എന്ത് നോക്കണ്ട? ഒന്നും നോക്കണ്ട, ഖബറിലേക്ക് ഒന്നും നോക്കണ്ട എന്നാ പറഞ്ഞതിന്റെ അർത്ഥം.
ദുനിയാവ് ഉണ്ടാകും. നിങ്ങൾ നോക്കുക, അസ്ഹാബുൽ കഹ്ഫ് അവരുടെ കുടുംബത്തെ മാറ്റി നിർത്തി, അവരുടെ കൊട്ടാരത്തെ അവർ മാറ്റി നിർത്തി. പണമാണ് ആഗ്രഹമെങ്കിൽ, ദുനിയാവിലുള്ള സ്ഥാനമാനങ്ങളാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് ആ ആളുകളുടെ കൂടെ നിന്നു കൊടുത്താ പോരെ. പക്ഷേ അവര് നിന്നില്ല, അവരതെല്ലാം വിട്ടൊഴിയുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് അതാ ജനങ്ങളിൽ നിന്ന് അകലാൻ തീരുമാനിച്ചിട്ട് അവര് ഗുഹയിലേക്ക് അഭയം തേടുകയാണ്. വഇദ് യതസൽതുമൂഹും വമാ യഅബുദൂന ഇല്ലല്ലാഹ്. അവരതാ അവരുടെ നാട്ടുകാരുടെ കൂടെ അവരുടെ ആദർശം വിട്ടൊഴിഞ്ഞിട്ട് അവരതാ ഗുഹയിലേക്ക് അഭയം തേടുകയാണ്. നമ്മൾ വിചാരിക്കല്ലേ, നമ്മൾ ആദർശത്തിൽ ഉറച്ചു നിന്ന് മറ്റുള്ളവരുടെ ആദർശത്തിൽ നിന്ന് മാറി നിന്നാൽ ദുനിയാവ് പോയി പോകുമെന്ന്. എന്നാൽ അല്ലാഹ് പറയുന്നത് എന്താണ്? യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് ചൊരിഞ്ഞു തരുമെന്നാണ്. ഉറച്ച ഈമാനോടെ നമ്മൾ പിടിച്ചു നിന്നാൽ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചൊരിഞ്ഞു തരും. ഇത് ഖുർആനാണ് പറയുന്നത്. വയുഹയ്യിഉ ലക്കും മിൻ അംരിക്കും മിർഫഖാ. നമുക്ക് കൂട്ടിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ കിട്ടൂലാന്നോ, കിറ്റ് കിട്ടൂലാന്നോ, സഹായം കിട്ടൂലാന്നോ, മറ്റുള്ളതൊന്നും കിട്ടൂലാന്നോ വിചാരിച്ചിട്ട് ബിദഈകളുടെ കൂടാരത്തിലേക്ക് പോകാൻ പാടില്ല. ഈ ബിദഅത്തിന്റെ കക്ഷികൾ അവര് ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. പാവപ്പെട്ട ആളുകൾക്ക് വലിയ സഹായങ്ങൾ അങ്ങ് കൊടുക്കും. എന്നിട്ട് നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വന്നാൽ മതി. നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് മാസത്തിൽ അരി, ചാക്ക്, പഞ്ചസാര, മൈദ എല്ലാ സാധനം അവരെത്തിച്ചു കൊടുക്കും. കാരണം അവർക്ക് നല്ലോണം പൈസ ഉണ്ട്. ദുനിയാവിൽ നല്ലോണം പൈസയും പണവും ഉണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിച്ച് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. എന്നിട്ടോ ഈ പാവങ്ങളോട് പറയും, അടുത്ത ആഴ്ച നമ്മളെ പള്ളിയിൽ ക്ലാസ് ഉണ്ട്, അതിന് വരണം. കുറെ സാധുക്കൾ അതിന് പോകും. അതിന് പോയാലുണ്ടാകുന്ന സംഭവം എന്താ? അവിടെ വെച്ച് നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ ആദർശം പറയൂ. നമുക്ക് മനസ്സിലാവൂല. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും അതുപോലെ അവരെ പോലെ ആയിത്തീരും. അതുകൊണ്ട് ആ പേരോട് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ എല്ലാ ഉസ്താദുമാരും ഇടയ്ക്കിടെ പറയുന്നത്, ബിദ്അത്തിന്റെ പുത്തൻവാദികളുടെ പ്രസംഗം കേൾക്കാൻ പോകരുത്, അവരെ ക്ലാസ്സിന് പോകരുത്. ഇപ്പം കുറെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾ ഇറങ്ങിയിട്ടുണ്ട്. മോട്ടിവേഷൻ, അവരെ വീഡിയോ ഒക്കെ കേട്ടാൽ ഭയങ്കര ആകർഷണീയമായിരിക്കും. കുടുംബ ബന്ധങ്ങൾ ചേർക്കണ്ടേ എന്നെല്ലാം ചോദിച്ചിട്ട് പറയുന്ന കേട്ടാൽ ഭയങ്കരമായിരിക്കും. പക്ഷേ അസ്ഹാബുൽ കഹ്ഫ് സ്വന്തം കുടുംബത്തിനെയും വിട്ട് ഗുഹയിലേക്കാ പോയ. ആദർശം പോയി ഒലിച്ചു പോകുമെന്ന് പേടിച്ചിട്ട്, ഈമാൻ തെറ്റിപ്പോകുമോ എന്ന് പേടിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മോട്ടിവേഷനും നമുക്ക് വേണ്ട. നമുക്കുള്ള മോട്ടിവേഷൻ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത് ഏറ്റവും വലുത്. എത്ര വലിയ ആദർശ വിരോധികൾ വന്നാലും നമ്മളെ ഈമാൻ തെറ്റിപ്പോകരുത്. ഈമാനിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ദൃഢമായ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖുർആൻ വിശദീകരിച്ച സ്വഹാബികൾ അവർ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മാറ്റി നിർത്തുക എന്നത്, നമുക്ക് നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തണം. ഇപ്പൊ നമ്മുടെ യുവാക്കളെയൊക്കെ വിദേശത്ത് പറഞ്ഞേക്കുമ്പോ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ആരാണ്
ഷോപ്പ് നടത്തുന്ന മുതലാളി എന്ന് ചിന്തിക്കണം. അയാള് മാസത്തില് പോകുമ്പോ തുടക്കത്തിൽ തന്നെ 2500 ദിർഹംസ് കൊടുക്കുന്നുണ്ട്. മറ്റാളെ പോലെയല്ല, ഇയാള് തുടക്കം തന്നെ 2500 കൊടുക്കുന്നുണ്ട്. അയാൾ കൊടുക്കും എന്താ? അയാൾക്കറിയാം കുറച്ച് ദിവസം കഴിഞ്ഞാല് ഇവന് എന്റെ ആശയത്തിലേക്ക് വരും, അതുകൊണ്ട് ഇവനക്ക് 2500 ദിർഹംസ് തുടക്കം തന്നെ കൊടുക്കാം. മറ്റേ ആള് 1800 കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് 2500 ദിർഹംസ് കൊടുക്കുന്ന അയാളെ പീടിയെ തന്നെ പോട്ടെ അല്ലേ എന്ന് വേണ്ട. 500 രൂപ കുറഞ്ഞാലും സുന്നിയായ ആളുടെ അടുത്തേക്ക് പോകലാ നല്ലേ. കാരണം നമ്മളെ ഒരു പരിചയത്തിൽപ്പെട്ട ഒരാള് വഹാബിയായി പോയി. എന്താ അയാൾ വഹാബിയായി പോയതിനുള്ള കാരണം? അയാളെ റൂമിൽ, അതും ശ്രദ്ധിക്കണം, റൂമിൽ താമസിക്കുന്ന ഓണർ അല്ലെ പാർട്ട്ണർ, അയാള് സലഫീന്റെയും മറ്റുള്ള എല്ലാവരുടെയും CD ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുക, ഇവരെല്ലാം കേൾപ്പിക്കുക. ഇതന്നെ പരിപാടി. പണിക്ക് പോയിക്കില്ലെങ്കിൽ സാരില്ല, ഇത് കേൾക്കണം. പീടിയെ പോയിക്കില്ലെങ്കിൽ സാരില്ല, ഇത് കേൾക്കണം എന്ന രൂപത്തിൽ കേൾപ്പിച്ച് പിന്നെ അവനേക്കാളും വലിയ വഹാബി ഇവനായി പോയി. അങ്ങനെയാണ് ഈമാന് ഉറപ്പില്ലാത്ത ആളുകൾ ചാഞ്ചാട്ടത്തിലായി പോകും. അതുകൊണ്ട് നമ്മളെ മക്കളൊക്കെ വിദേശത്ത് പറഞ്ഞേക്കുമ്പോഴും ഗൾഫിലേക്ക് അയക്കുമ്പോഴും ഇപ്പൊ അൽഹംദുലില്ലാഹ് അങ്ങനത്തെ അവസ്ഥയിൽ ഒരുപാട് മാറ്റം വന്നു. കാരണം നമ്മുടെ പ്രസ്ഥാനം ICF, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലുമുള്ള യുവാക്കളൊക്കെ ഇപ്പോൾ അവിടെ ICF-ലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നിസാർക്ക ഇന്നലെ വിളിച്ചു, ഹംസക്കാന്റെ മോന് 3 ആളുകളെ ഓരോ ദിവസത്തെ ചെലവ് 6000 രൂപ 3 ആളുകൾ തന്നിട്ടുണ്ട്. 4ാമത്തെ ഒന്ന് എന്റെയും കൂടി ചേർത്തോ എന്ന് പറഞ്ഞ് 4 ആളുകളുടെ 6000 രൂപ തന്നിട്ട് അയക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ ഒന്നിച്ചയച്ചാൽ മതി, ഒരു 10-20 ആളെ സംഘടിപ്പിച്ചിട്ട് ഒന്നിച്ചയച്ചാൽ മതി. അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ കുടുംബവും ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്, സമയത്തിന് കുറവുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്നാലും ഉള്ള സമയം വെച്ചുകൊണ്ട് നല്ലോണം പരിശ്രമിക്കുന്നുണ്ട്. ഇന്നലെ എന്നെ വിളിച്ചു ചോദിച്ചു, ഒരാള് 100 രൂപ തന്നിട്ടുണ്ട്. 100 രൂപ എന്നാൽ ഇവിടുത്തെ എത്രയായി? 2500 രൂപയായി. അപ്പൊ ഞാൻ പറഞ്ഞു 6000 രൂപ ചോദിച്ചിട്ട് അയാൾ 2500 ആണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു 10 ആളെ പിടിച്ചാല് അല്ലെ ഒരു 12 ആളെ പിടിച്ചാല് നമുക്ക് കുറെ പൈസ ആയില്ല. അങ്ങനത്തെയും പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാം ബറക്കത്ത് ചെയ്യട്ടെ. ഒരു പ്രത്യേകമായ കാര്യം അദ്ദേഹം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, അതെല്ലാം നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമായി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ മറ്റ് പ്രവർത്തകന്മാരും വിദേശത്തുള്ള ദുബായിലും ഖത്തറിലും മറ്റുമൊക്കെയുള്ള കുവൈത്തിലുമൊക്കെയുള്ള നമ്മുടെ പ്രവർത്തകന്മാർ നമുക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം അവിടെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവരൊക്കെ അതിന്റെ സജീവ പ്രവർത്തകന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് തെറ്റിപ്പോവില്ല. കാരണം അവിടെ നല്ല അറിവുള്ള ഉസ്താദുമാരും അവരുടെ ക്ലാസും ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വ്യാപകമായി അങ്ങനെ ഇല്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ ഈ മുതലാളിമാരായ പൈസക്കാരായ വഹാബികൾ നമ്മുടെ ചെറുപ്പക്കാരെ ഈമാൻ തെറ്റിച്ചു. അപ്പൊ എന്താ അതിന്റെ വഴി? ഈമാൻ തെറ്റിപ്പോന്നാണ്ടാൽ അസ്ഹാബുൽ കഹ്ഫ് എടുത്ത നിലപാട്, അവരെടുത്ത നിലപാട് കുടുംബത്തെയും നാടിനെയും എല്ലാവരെയും വിട്ടൊഴിഞ്ഞവര് പോവുകയാണ്. ഇത്തിസാല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, വൽ ഇഅ്തിസാലു തജന്നുബു ശൈഇ ബിൽ ബദനി ഔ ബിൽ ഖൽബി വകിലൽ അംറൈൻ. അത് ഒരു കാര്യത്തെ നമ്മൾ വിട്ടുകൊഴിയുക, നമ്മുടെ ശരീരം കൊണ്ടും അല്ലെങ്കിൽ ഹൃദയം കൊണ്ടും അല്ലെങ്കിൽ രണ്ടുകൊണ്ടും നമ്മൾ അതിനെ വിട്ടൊഴിയുക. ഇതാണ് അസ്ഹാബുൽ കഹ്ഫ്. അവരെ ഹൃദയം കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അവരുടെ നാട്ടുകാരുടെ, അവരുടെ രാജാവിന്റെ, അവരുടെ കുടുംബക്കാരുടെ ഒക്കെ ആശയത്തിൽ നിന്ന് അവർ മാറിയിട്ട് ഗുഹയിലേക്ക് അഭയം തേടുകയാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ ആ സംഭവത്തെ പറ്റിയിട്ട് ആദ്യം വളരെ ഹ്രസ്വമായി വിശദീകരിച്ച സ്ഥലത്ത് പറഞ്ഞില്ലേ,
10ാമത്തെ ആയത്തിൽ ഞാൻ ആദ്യം ഓതിയിട്ടുണ്ട്. അതൊന്നുകൂടി ഞാൻ പരാമർശിക്കുകയാണ്. ഇത് അവൽ ഫിതിയതു ഇലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ആ മഹാന്മാരായ യുവാക്കൾ അവര് ഗുഹയിലേക്ക് അഭയം തേടിയ സന്ദർഭം. ഫഖാലൂ, അവരാ ഗുഹയിൽ കയറിയിട്ട് എന്താണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്? ഗുഹയിൽ കയറിയിട്ട് ആദ്യമായി നടത്തുന്നത് എന്താ? പ്രാർത്ഥന നടത്തുകയാണ്, ദുആ ചെയ്യുകയാണ്. ഫഖാലൂ, അവര് ദുആ ചെയ്യുന്നു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്ന്, നിന്റെ അടുക്കൽ നിന്നുള്ള വലിയ റഹ്മത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങൾക്ക് നീ സൗകര്യപ്പെടുത്തി തരണം, ഞങ്ങളുടെ കാര്യത്തിൽ നീ സന്മാർഗത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾക്ക് നീ ഒരുക്കി തരണമല്ലോ. ഈമാൻ തെറ്റിപ്പോകുന്ന അവസ്ഥ തരല്ലേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയാല് അവര് കൊട്ടാരത്തിൽ നിന്ന് ഗുഹയിലേക്കാണ് മാറിയത്. അവരെ വീടുകളെ വിട്ടൊഴിഞ്ഞ് മലമുകളിൽ ആരും കാണാതെ ഉസ്ലത്തിന്റെ മാർഗം ഔലിയാക്കളുടെ ഒരു മാർഗമാണ്. എല്ലാത്തിൽ നിന്നും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വിട്ടൊഴിഞ്ഞിട്ടുള്ള ജീവിതം. ആ ജീവിതം നയിക്കാൻ അല്ലാഹു തആല അവരുടെ ഖൽബിൽ ഇട്ടു കൊടുത്തതാണല്ലോ. അവരാ ഗുഹയിൽ കയറിയപ്പോ ആദ്യം നടത്തുന്നത് ദുആ ആണ്, അല്ലേ? ഇവിടെയാണ് നമ്മളും വഹാബികളും തമ്മിലുള്ള വ്യത്യാസം. നമ്മള് പൊരേ കൂടൽ നടത്തിയാല് എന്ത് ചെയ്യും? പുതിയ പൊരയിലേക്ക് കയറിയാൽ അവിടുന്ന് ദുആ നടത്തും, മങ്കൂസ് മൗലിദോതും യാസീനോതും ഒരു ദുആ നടത്തും, അല്ലേ? അവർക്ക് അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ പ്രസംഗത്തിലും പറയുന്നത്, നമ്മളെ കുടുംബത്തിന്റെ ഒരടുത്ത് ഒരു അയലത്ത് എന്നെല്ലാം പറയൂലേ, അതുപോലും നമ്മൾ അവരെ അടുപ്പിക്കരുത്. അടുപ്പിച്ചാൽ എന്ത് പറയും? ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണും, നിക്കാഹിന്റെ സദസ്സിൽ നിക്കാഹിങ് കഴിഞ്ഞ ഉടനെ ഇവര് കുറച്ചാൾ കാണിക്കും, അത് കൊടുക്ക് ഇത് കൊടുക്ക്, പെട്ടെന്ന് ആളുകളെ ചിതറിക്കും. എന്താ അത്? ഈ ദുആ നടക്കണ്ടെന്ന് വിചാരിച്ചു, അള്ളാഹുവിനോടുള്ള ദുആ നടക്കണ്ടെന്ന് വിചാരിച്ചു. മരിച്ച വീട്ടില് ദുആ വേണ്ട, ഒരേ കൂടുന്ന വീട്ടില് ദുആ വേണ്ട, ഒരാൾ ഗൾഫ് പോന്ന് ദുആ വേണ്ട, കുഞ്ഞമ്മദ് ഇന്നിപ്പോ ഉംറക്ക് പോവാണ്, ഇവിടുന്ന് നമുക്ക് ദുആ ചെയ്ത് യാത്രയപ്പോ കൊടുക്കണം, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എല്ലാ മഹാന്മാരും അങ്ങനെയാണ് നടത്തിയത്. എന്നാലോ നിങ്ങൾ നോക്ക്, എവിടെയാണ് ഇവർക്ക് ദുആ ഉള്ളത്? ഇവര് പറയും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ. അങ്ങനെ തന്നെ എല്ലാവരും നടത്തുന്നുള്ളൂ. പിന്നെ വേറെ ആരോടെങ്കിലും ഇവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? പക്ഷെ ഇത് പറയുന്ന കക്ഷികള് അള്ളാഹിനോട് തീരെ ദ്വാരക്കൂല. നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തുമ്പോ ഇവരോ നിസ്കരിച്ച ഉടനെ എഴുന്നേറ്റ് പാഞ്ഞാടി ഒരു ദുആ നടത്താൻ ഓല കിട്ടൂല. നിങ്ങൾ നോക്ക്, എവിടെയെങ്കിലും ഒരു ദുആ സദസ്സ് അവർ സംഘടിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ദുആർക്കുന്ന ആളുകളെ തടയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മൾ അത്തരം ആളുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ് ഒരു ദുആ ഉണ്ടാവില്ല, ഒരു ദിക്റും ഉണ്ടാവില്ല, സലാത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഒറ്റക്കൊറ്റക്ക് ചെയ്യുന്നില്ലേ എന്നാ പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ എത്രയോ സന്ദർഭങ്ങളിൽ പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ കൂട്ടമായ ദുആയിനെ സംബന്ധിച്ചാണ്. ഇവിടെയും നിങ്ങൾ നോക്ക്, ഞാനിപ്പോ വിശദമായതിലേക്ക് കടക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്ക്, ഈ മഹാന്മാര് ഇത് അവൽ ഫിതിയതു ഇലൽ കഹ്ഫി, ആ ഗുഹയിലേക്ക് അവർ കയറിയ സന്ദർഭം. ഫഖാലൂ, അവരെല്ലാവരും ഒന്നിച്ചു ദുആ ചെയ്യുകയാണ്. അവിടെയും കൂട്ടമായ
ഒരു ദുആണ് നടക്കുന്നത്. എന്താ ദുആ? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. കൂട്ടമായ ഒരു ദുആണ് അവിടെ നടക്കുന്നത്. ഇത് പരിശുദ്ധ ദീന് പഠിപ്പിച്ചതാണ്. നമ്മൾ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കുമ്പോ ഇവർക്ക് അത് പറ്റൂല. അയാളെ സ്വന്തം ഉമ്മയായിരിക്കും മരിച്ചത്, ദ്വാരക്കൂല. എന്തൊരു നഷ്ടം സംഭവിച്ച വിഭാഗമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ആദർശവും നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നിന്നാണ് പഠിച്ചത്. ഈ മഹാന്മാര് ആ ഗുഹയിലേക്ക് കയറിയ സന്ദർഭത്തെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആദ്യമായി അവരവിടെ നടത്തിയതും ദുആയാണ്. ആ ഗുഹയിൽ കയറിയിട്ട് അവർ ദുആ ചെയ്യുന്നു, ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയല്ലേ ശേഷം ഈ ചരിത്രം വിശദമായി പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഓതിയ ആയത്ത് 16-ാമത്തെ ആയത്തിൽ പറഞ്ഞത് വഇദ് തസൽതുമൂഹും വമാ യഅബുദൂന ഇല്ലല്ലാഹ് ഫഅവൂ ഇലൽ കഹ്ഫി. അവരതാ ഗുഹയിലേക്ക് കയറാൻ വേണ്ടി പറയുകയല്ലേ. എന്നിട്ട് അവർ പറയുന്നു യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി വയുഹയ്യിഉ ലക്കും മിൻ അംരിക്കും മിർഫഖാ. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചങ്ങ് ഇറങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്തും ഒരാളെയും പരാജയപ്പെടുത്തൂല. ഇഖ്ലാസോടെ ഇറങ്ങണമെന്ന് മാത്രം, വേറെ ഒരു ചിന്തയും ഉണ്ടാകരുതെന്ന് മാത്രം. ദുനിയാവിലൊന്നും കിട്ടാനല്ല, ദുനിയാവിൽ ഒരാവശ്യത്തിനും വേണ്ടിയല്ല. ഇന്ന് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ നമ്മിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി യാത്ര പോവുകയാണ്. ലക്ഷ്യമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗേഹം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പച്ച ഖുബ്ബയുടെ ചാരെ എത്തിയിട്ട് ദുആ ചെയ്യണം, പരിശുദ്ധ ഖുർആൻ ഓതണം, നമുക്കെല്ലാം വേണ്ടി ദുആ ചെയ്യണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ദർസിലേക്ക് സഹായം നൽകിയ അൽഹംദുലില്ലാഹ് 100ഓളം ആളുകൾ ഇപ്രാവശ്യം അവരുടെ സഹായത്തിന്റെ കാര്യം അറിയിച്ചു കഴിഞ്ഞു. അവർക്കെല്ലാം അവിടെ വെച്ച് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഇന്നലെ ഒരു സഹോദരൻ ഇവിടെ വന്നു, എന്നിട്ട് 6000 രൂപ നൽകി. മെനഞ്ഞാന്ന് വന്നു, 6000 രൂപ നൽകി. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റെടുത്തതാണ്. ഈ പ്രാവശ്യം അത് കഴിഞ്ഞ പ്രാവശ്യം അത് കഴിഞ്ഞ കൊല്ലത്തിന്റെ അടുക്ക് തരാൻ കഴിഞ്ഞില്ല. ഈ പ്രാവശ്യം എങ്ങനെയോ, വലിയ പൈസക്കാരനല്ല, എന്നിട്ടും എങ്ങനെയോ വന്നിട്ട് അത് സംഘടിപ്പിച്ച് തന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തോട്, ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഉമ്മയുടെ ആണ്ടാണെന്ന് പറഞ്ഞു. ആ ഉമ്മാക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഞാൻ അങ്ങോട്ട് ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് പിരിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താ അടുത്ത പ്രാവശ്യത്തേക്ക് പറയാത്തത്? അടുത്ത കൊല്ലത്തേക്കുള്ളതിലും എന്റെ പേരെഴുതിക്കോ. അല്ലാഹുവേ, നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ. നമ്മളെ പ്രദേശത്തുള്ള ആളല്ല, മറ്റൊരു പ്രദേശത്തുള്ള ആളാണ്. ഓരോരുത്തരുടെയും കാര്യം അറിയുമ്പോൾ വളരെ പ്രയാസവും വിഷമവും ഉണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അവർ മനസ്സ് കൊടുക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വോയിസ് അയച്ചു, ഇനി നിങ്ങൾ ഒറ്റ കൊല്ലവും എന്നോട് ചോദിക്കരുത്. എന്താ ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഉള്ള കാലത്തോളം ഞാനത് നിർവഹിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാ കൊല്ലവും നിങ്ങൾ എന്റെ പേരെഴുതിക്കും, ഇനി എന്നോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹവും പൈസക്കാരനല്ല, പണക്കാരനല്ല, ജോലി ചെയ്യുന്ന സാധാരണക്കാരനാണ്. അല്ലാഹുവേ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് റബ്ബിന്റെ പൊരുത്തം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹ് എന്ന ചിന്തയോടെ ആകണം നമ്മുടെ ജീവിതം. അതാണ് ഈ മഹാന്മാർ നമുക്ക് കാണിച്ചു തരുന്നത്. അവര് ഗുഹയിലേക്ക് കയറുകയാണ്. ഗുഹയിലേക്ക് കയറിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി എന്താണ് അവരെ ചെയ്യുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.